എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എൻ്റെ പശ്ചാത്തലത്തിലുള്ള ദേവാലയം ഏതാണെന്ന് ഒരുപക്ഷെ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് ഒക്കെ അറിയാം. ഇത് കൊരട്ടിമുത്തിയുടെ നാമധേയത്തിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ക്രൈസ്തവ ദേവാലയമാണ്. ക്രൈസ്തവരേക്കാൾ കൂടുതൽ മറ്റു മതവിഭാഗങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു ആത്മീയ രൂപമാണ് ഈ കൊരട്ടിമുത്തി. അതുകൊണ്ട് തന്നെ കൊരട്ടിപ്പള്ളിയും കൊരട്ടിമുത്തിയുമെല്ലാം ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളവും ചാലക്കുടിക്ക് പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീകമാണ്. ഇത് പറഞ്ഞു വെച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊരട്ടിപ്പള്ളി എന്നെപ്പോലെയുള്ള ആളുകളുടെയും മറ്റ് മതവിഭാഗങ്ങളുടെ ഒക്കെ നെഞ്ചിലേറി കിടക്കുന്ന ഈ കൊരട്ടിപ്പള്ളിയെ ഇതുപോലെ നാണം കെടുത്തുന്നതും അപമാനപ്പെടുത്തുന്നതും ആരാണ്? ഇവിടെ ഒരു മണവാളൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അയാൾ എന്തിട്ടാണ് കാണിച്ചു കൂട്ടിയത്? കൊരട്ടിപ്പള്ളിയിലെ പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്ന റൂമിൻ്റെ താക്കോലിൽ നിന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലിരിക്കണേ. ആരാണ് ഇവിടെ നാണം കെട്ടത്? ഈ സാധാരണക്കാരായ വിശ്വാസികൾ. എന്തൊക്കെ പുകിലുണ്ടായി? ആരുടെ മനസ്സിലാണ് ഈ കളങ്കം കോരിയിട്ടത്? ഈ കൊരട്ടിയിലെ സാധാരണക്കാരായ വിശ്വാസികൾക്കും മറ്റു മതത്തിൽപ്പെട്ട കൊരട്ടിമുത്തിയെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്ന ആളുകളുടെ മനസ്സിലാണ് ഈ രീതിയിലുള്ള അപമാനം ഉണ്ടാക്കിയിട്ടത്. ഇത് ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവിടെ ഈ ആത്മീയ അധികാരികളിൽ നിന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന തനി തട്ടിപ്പ് പരിപാടി മനസ്സിലായണ്ട? തനി തട്ടിപ്പ് പരിപാടി. ഇപ്പോൾ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്താണ് ആ വാർത്ത കേൾക്കുന്നത്? പരിപാവനമായ കൊരട്ടിമുത്തിയുടെ ഇടവപ്പള്ളിക്ക് കീഴിലുള്ള ദേവമാത ഹോസ്പിറ്റലിന് വേണ്ടി 2023 ഡിസംബർ മാസത്തിലാണ് പ്രശ്നകാരണമായ വളത്തിൻ്റെ കുത്തൊഴുക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ചോദ്യം വരാം, എന്ത് വളം, എന്തിനു വേണ്ടി? ആദ്യം വാങ്ങിച്ച വളം നിങ്ങൾ പോയി കാണണം. കുറച്ച് ദേവാലയത്തിലും ബാക്കി ദേവമാത ഹോസ്പിറ്റലുമുണ്ട്. ഭയങ്കരമായ വളം. ഇതിട്ടാൽ ആറ്റുനേന്ത്രവാഴയിൽ അത്തിപ്പഴം വരെ ഉണ്ടാവും. വളം പോയി കാണാൻ മറക്കല്ല കേട്ടോ ഗടികളെ. അപ്പോൾ എത്രത്തോളം വളം വാങ്ങി? കിലോയ്ക്ക് 200 രൂപ നിരക്കിൽ 12 ലക്ഷത്തോളം രൂപയ്ക്ക് 5600 ചില്ലാൻ കിലോ വളം എവിടെ നിന്ന് വാങ്ങി? അഗ്രികൾച്ചർ സൊസൈറ്റി ആൻഡ് റിസർച്ച് ഫോറം എന്ന ഇല്ലാത്ത സ്ഥാപനത്തിൽ നിന്നുമാണ് വ്യാജ ബില്ലിൽ വളം വാങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുയരാം, ദേവമാത ആശുപത്രിയല്ലേ, അല്ലാതെ ഫാം ഹോസ്പിറ്റലാണോ? ചികിത്സയ്ക്ക് വരുന്നവർക്ക് വേണ്ടി ഫലഭൂയിഷ്ടമായ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ ചക്കയോ തേങ്ങയോ അല്ലെങ്കിൽ മാങ്ങയോ കൃഷി ചെയ്യുന്നുണ്ടോ? അതുമല്ലെങ്കിൽ പള്ളി എവിടെയെങ്കിലും ഫാം നടത്തുന്നുണ്ടോ? ഒന്ന് അന്വേഷിക്കണേ. ഇനി ചിലപ്പോൾ പറയാം, ഇടവകയിൽ ഓരോ കുടുംബത്തിനും കൃഷി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഓരോ കിലോ സമ്പുഷ്ടമായ വളക്കിറ്റ് നൽകാനായിരിക്കുമെന്ന്. പക്ഷേ ഇത് 5600 കിലോയുണ്ടല്ലോ. ഇടവകക്കാർക്ക് ഓരോ കിലോ വീതിച്ചു കൊടുത്താലും ബാക്കി വീണ്ടും വളം വരും. ഷട, ഇതെന്തിനു വളം വാങ്ങി? ഇത് കൊരട്ടിപ്പള്ളി കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇനി ബില്ലുകൾ കണ്ടാൽ അതിലും വിചിത്രം. 50,000 രൂപയുടെ ബില്ലായാൽ അത് കൗൺസിലിൽ അവതരിപ്പിക്കണമെന്നും അതുകൊണ്ട് തന്നെ 49,950, 50,000-ന് 50 രൂപ കുറച്ചുള്ള ഇത്തരം ബില്ലുകൾ കണ്ടപ്പോഴാണ് സ്വാഭാവികമായി സഭാ നിയമങ്ങളെപ്പറ്റി അറിയാവുന്ന ആരോ ആണ് ബില്ല് എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പല ബില്ലുകളിലും കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ ശേലോടെ കറക്റ്റാവുന്നില്ല. എവിടെയോ ഒരു ബൈക്ലഭ്യം. ഇനി അടുത്ത ചോദ്യം, ആരാണ് ഈ സ്ഥാപനം നടത്തുന്നത്? റാം വിൽസൺ. ഭയങ്കരമായ പേര്. ഒരു ഭാരതീയതയൊക്കെയുണ്ട്. റാം വിൽസൺ ഖാൻ എന്നാക്കിയിരുന്നെങ്കിൽ ഒരു മതസൗഹാർദ്ദം കൂടിയായേനെ. പണം കൈമാറിയിരിക്കുന്നത് റാം വിൽസൺ എന്നയാളുടെ പേരിൽ. ഒരു സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ പണം ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കല്ലേ അയക്കേണ്ടത്? ന്യായമായ ചോദ്യം. ഈ റാം വിൽസൺ എന്നയാളുടെ ഫോൺ നമ്പറിൽ 2023 ഡിസംബർ മുതൽ ജൂൺ 24 വരെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ്. പക്ഷേ വളം ഓർഡർ ചെയ്ത ആൾ വിളിക്കുമ്പോൾ മാത്രം ഫോൺ ഓണാകും. പ്രത്യേക ഫോൺ കമ്പനിയും സിമ്മുമായിരിക്കാമല്ലോ. സംഭവം ഇല്ലാത്ത സൊസൈറ്റിയിൽ നിന്ന് റാം വിൽസൺ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 12 ലക്ഷത്തോളം രൂപയ്ക്ക് 5600 ചില്ലാൻ കിലോ വളം വാങ്ങി. എന്തിന് ഇത്ര പെരുത്ത് വളം വാങ്ങി? അടുത്ത ചോദ്യം. 12 ലക്ഷം രൂപയ്ക്ക് വളം വാങ്ങിയാൽ 18 ലക്ഷം രൂപ സബ്സിഡിയായി തിരിച്ചു കിട്ടും. അങ്ങനെയൊരു സബ്സിഡിയുണ്ട്. നിങ്ങളും പോയി അടുത്ത കൃഷിഭവനിലോ മറ്റ് ഭരണകേന്ദ്രങ്ങളിലോ പോയി ഇത്തരം സബ്സിഡിയുണ്ടോ എന്ന് ചോദിക്കണേ. ഇനി കിട്ടിയാൽ ജീവിതം രക്ഷപ്പെടില്ലേ? ഒരു ഗവൺമെൻറ് രേഖയോ മറ്റ് വിശ്വസനീയമായ പേപ്പറുകളോ കാണാതെ ഇത്തരത്തിലുള്ള സബ്സിഡിയിൽ പണമിറക്കാൻ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്ന ഫാദർ ഇടശ്ശേരിക്ക് സാധിച്ചു? മൂവാറ്റുപുഴയിൽ നിന്ന് കൊരട്ടി വരെ 40 കിലോമീറ്റർ ദൂരത്തിൽ വളം എത്തിക്കുന്നതിന് വാഹന വാടക ഇനത്തിൽ ചെലവാക്കിയിരിക്കുന്നത് 1,25,000 രൂപ. ചിലപ്പോൾ ഹെലികോപ്റ്ററിലായിരിക്കാം വളം വന്നിട്ടുള്ളത്. ഇനി ഈ ബില്ലിൽ തന്നെ TADA ഇനത്തിൽ 8,850 രൂപ വേറെ എഴുതിയിട്ടുണ്ട്. അത് ആ ബില്ലിൽ ടോട്ടൽ ചെയ്തിട്ടില്ല. ഇനി എങ്ങനെ ഈ വിചിത്ര ബില്ലുകളും ഇല്ലാത്ത സൊസൈറ്റിയും റാം വിൽസനും കണ്ടുപിടിക്കപ്പെട്ടു?
പള്ളിക്കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല തലയ്ക്ക് മൂളയും കാകദൃഷ്ടിയും ഉജ്ജ്വലമായ കഴിവുകളുമുള്ള ഓഡിറ്റർക്ക് ഈ ബില്ലുകളിലെ ചേർച്ചയില്ലായ്മ തുടക്കത്തിലെ ബോധ്യപ്പെട്ടു. ദേവമാത ആശുപത്രിയിൽ പ്രത്യേകം സഞ്ചിയിലാക്കി മാറ്റിവെച്ച കുറച്ച് ബില്ലുകൾ കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ. പണം കൈമാറ്റം ചെയ്തത് വളം വാങ്ങിയ കണക്കിൽ വയ്ക്കാതെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്ന ഹെഡിലാണ് കണക്കുകൾ ഉൾപ്പെടുത്തിയത്. ഇതുപോലത്തെ എത്ര ഹെഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ആവോ. ഈ വിഷയത്തെപ്പറ്റി ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും വിശ്വാസികൾ ഇടവക വികാരി ഫാദർ ജോസ് എടശ്ശേരിയോട് സംസാരിച്ചിരുന്നെങ്കിലും തട്ടിപ്പുകാർക്കെതിരെ ഇടവക വികാരി എന്തുകൊണ്ട് ഒരു പരാതിയും അപ്പോൾ നൽകിയില്ല. ഇതിനിടയിലാണ് കൗൺസിലറായ ജോസഫ് ജെയിംസും ഇടവകാംഗമായ ബിജോയ് വടക്കുംപുറവും ചേർന്ന് DYSPക്ക് 11/7/2024 പരാതി നൽകുന്നത്. തുടർന്ന് കൗൺസിലർ അംഗം ജോസഫ് ജെയിംസ് നാലപ്പാട്ട് ക്രൈം നമ്പർ 6112/2024 പ്രകാരം ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫാദർ ജോസ് എടശ്ശേരി, ശ്രുതി ബിൻഡോ, നിജു ജോയ്, ജോഫി ആന്റണി, റാം വിൽസൺ എന്നീ 5 പേർക്കെതിരെ നൽകിയ പരാതിയിന്മേൽ പോലീസിനോട് 24/8/24 ക്രമക്കേട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വരാനിരിക്കുന്നു. ഈ 2 സംഭവങ്ങളെ കൂടാതെ പല ഘട്ടങ്ങളിലായി അതിരൂപതയിൽ കൊരട്ടിയിൽ നിന്നുള്ള വിശ്വാസികൾ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ വളക്കച്ചവടം നാട്ടിൽ പാട്ടായതിനു ശേഷമാണ് വികാരിയച്ഛൻ താൻ തട്ടിപ്പിനിരയായി എന്ന് കാണിച്ച് പരാതി കൊരട്ടി സ്റ്റേഷനിൽ 9/8/2024 കൊടുക്കുന്നത്. സത്യത്തിൽ ബിജോയ്, ജോസഫ് ജെയിംസ് എന്നീ വിശ്വാസികളുടെ പരാതികൾ പോലീസിൽ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഇടവക വികാരി ഫാദർ ജോസ് എടശ്ശേരി പോലീസിൽ പരാതി കൊടുക്കുമോ? വിശ്വാസികൾ പലവട്ടം അച്ഛനെ പറ്റിച്ച വ്യക്തിക്കെതിരെ പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വികാരി പരാതി നൽകാത്തത് എന്നുള്ളത് പ്രസക്തമാണ്. വിശ്വാസികളുടെ പരാതി ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോഴാണ് വികാരി തട്ടിപ്പുകാരനെതിരെ പരാതി കൊടുക്കുന്നത്. 1 മാസക്കാലം തട്ടിപ്പുകാരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല. ഇതിനിടയിൽ മറ്റൊരു പ്രതിഭാസവുമുണ്ടായി. കുറേ വർഷങ്ങളായി കൊരട്ടിപ്പള്ളിയിൽ പാരീഷ് കൗൺസിലിൽ വികാരിയച്ഛൻ്റെ നോമിനികളില്ലായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റി വികാരിയച്ഛൻ്റെ 11 നോമിനികൾ കൊരട്ടിപ്പള്ളിയിലെ പാരീഷ് കൗൺസിൽ കടന്നു വന്നു. എന്തിനു വേണ്ടി? കൗൺസിലിൽ ഭൂരിപക്ഷമുണ്ടാക്കാൻ. സംഗതി നടപ്പിലായി. കുറച്ച് വിശ്വാസികൾ പരാതികളുമായി അതിരൂപത ഉലക്ക കമ്മിറ്റിയെ സമീപിച്ചു. പേപ്പറും പേനയുടെ മഷിയും പോയത് മിച്ചം. യൂണിറ്റ് പ്രതിനിധികളും സംഘടനാ ഭാരവാഹികളും മാത്രം വോട്ട് ചെയ്താൽ തോൽക്കുന്നവർ വികാരിയച്ഛൻ്റെ നോമിനികളുടെയും കൊച്ചച്ഛന്മാരുടെയും വോട്ട് കൂടിയായപ്പോൾ ജയ് കൈക്കാരന്മാരായി. പണ്ടത്തെ കൈക്കാരനും പുതിയ കൈക്കാരനും സൂപ്പറായി ജയിച്ചു കയറി. പക്ഷേ പള്ളി കൊരട്ടിമുത്തിയുടെ പള്ളിയാണെന്ന് മാത്രം ആരും മനസ്സിലാക്കിയില്ല. ഓഡിറ്റർ ഊർജ്ജസ്വലനായതിനാൽ സംഗതികൾ പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ പണം തിരിച്ചടയ്ക്കലും ക്ഷമാപണവുമായി. വൈകാരിക ട്യൂണിൽ സന്ദേശങ്ങളായി, വേദനകളായി കൃതികൾ വന്നു തുടങ്ങി. പക്ഷേ നട്ടലുള്ള കൊരട്ടിയിലെ വിശ്വാസികൾ ഉറച്ചു നിന്നു. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നാട്ടാരുടെ പ്രയത്നത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സ്കൂളുകൾ കൂട്ടിച്ചേർക്കൽ തുടങ്ങിയപ്പോൾ കൊരട്ടിക്കാർ തങ്ങളുടെ സ്കൂളും സ്ഥാപനങ്ങളും കോർപ്പറേറ്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് മണവാളനച്ഛനെ മാന്യത പഠിപ്പിച്ചതും ആർക്കും വേണ്ടാത്ത സമയത്ത് സിന്നഡ് കുർബാന അർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആളുകൾക്ക് വരാൻ പറ്റുന്ന സമയത്ത് കുർബാന ചൊല്ലിയാൽ മതിയെന്നും കൊരട്ടിക്കാർ ഉജ്ജ്വലമായി തന്നെ തീരുമാനമെടുത്തു. പല പരിപ്പുകളും കൊരട്ടിയിൽ വേവാതെ പോയതിൽ വിഷമമുള്ളവർ റോസറി വില്ലേജിൽ പോയി ജപമാല ചൊല്ലിയാൽ മനസ്സിനാശ്വാസവും സമാധാനവും കിട്ടും. 12/8/2024 ഇടവക വിശ്വാസികൾക്ക് വേണ്ടി 27 പേർ ഒപ്പിട്ട് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനും മുൻപാകെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ഫാദർ ജോസ് എടശ്ശേരി അച്ഛനും മറ്റുള്ളവർക്കുമെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി. വികാരി ഫാദർ ജോസ് എടശ്ശേരിയെ മാറ്റി നിർത്തുക, ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്ററെയും ഒഴിവാക്കുക, ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപെടലുകൾ നടത്തിയ മുഴുവൻ ഭരണസമിതി ആളുകളെയും ഭരണ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുക, പാരിഷ് കൗൺസിലിൽ തിരികെ കയറ്റിയ 11 നോമിനികളെ പ്രതിനിധി സമിതിയിൽ നിന്നും ഒഴിവാക്കുക, ഫാദർ ജോസ് എടശ്ശേരി വികാരിയായി വന്നതിന് ശേഷമുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക വിനിയോഗങ്ങളും കഴിവുള്ള ഒരു കമ്മിറ്റിയെ വെച്ച് കണക്ക് പരിശോധിക്കുക എന്നീ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു പരാതി. ഇതിനിടയിൽ തെരട്ട് പൊതുയോഗം മാറ്റിവെച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോടുകൂടി വികാരിയച്ഛനെ കൊരട്ടിപ്പള്ളിയിൽ കണ്ടില്ല. ഞായറാഴ്ച പള്ളിയിൽ ഇങ്ങനെയൊരു അറിയിപ്പ് വായിച്ചു. കൊരട്ടി സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വികാരി ബഹുമാനപ്പെട്ട ഫാദർ ജോസ് എടശ്ശേരി കൊരട്ടി സെൻറ് മേരീസ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള ദേവമാത ആശുപത്രിയുടെ പേരിൽ നടത്തിയ ചില
സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഉണ്ടായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊരട്ടി ഇടവകയിലെ ശുശ്രൂഷയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2024 ഓഗസ്റ്റ് 17 നൽകിയ കത്ത് പരിഗണിച്ച് കൊരട്ടി സെൻറ് മേരീസ് ഇടവക വികാരിയുടെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കാൻ ഫാദർ ജോസ് ഇടശ്ശേരിയെ അനുവദിക്കുന്നു. കൊരട്ടി സെൻറ് മേരീസ് ഇടവകയുടെ വികാരിക്കെടുത്ത ചുമതലകൾ താൽക്കാലികമായി അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് വെള്ളാട്ടുപറമ്പലിനെ ഏൽപ്പിക്കുന്നു. തുടർ നടപടികളെക്കുറിച്ച് പിന്നീട് അറിയിക്കുന്നതാണ്. മിശിഹായിൽ സ്നേഹപൂർവ്വം ബിഷപ്പ് ബോസ്കോ പുത്തൂർ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ. ഇതിലും വ്യക്തമാകുന്നത് വിശ്വാസികൾ അതിരൂപതയിലേക്ക് പരാതി നൽകിയതിന് ശേഷം 2024 ഓഗസ്റ്റ് 17 വികാരിയച്ഛൻ എന്നെ ചുമതലകളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുന്നത്. ഈ വിശ്വാസികൾ പരാതികളും മറ്റും നൽകിയില്ലായിരുന്നുവെങ്കിൽ ആര് പണം തിരിച്ചടയ്ക്കും? ഈ സംഭവങ്ങൾ എങ്ങനെ ഇടവകക്കാർ അറിയും? വികാരിയച്ഛൻ സ്വയം തന്നെ ഇടവകയുടെ ചുമതലകളിൽ നിന്നും മാറ്റണമേ എന്ന് വെറുതെ കത്ത് നൽകുമോ? നട്ടലുള്ള വിശ്വാസികൾ ഉള്ളതുകൊണ്ട് പണം തിരിച്ചടച്ചു. ഇതിനിടയിൽ പാരിഷ് കൗൺസിലിൽ നിന്നും ചിലർ രാജിവെച്ചു. 21/8/2024 ഫാദർ ജോസ് എടശ്ശേരി കൊരട്ടിയിലെ ഇടവക ജനത്തിന് അറിയാൻ വേണ്ടി ഒരു കത്തെഴുതി. അതിൽ അച്ഛൻ പറയുന്നത്, കേന്ദ്ര സബ്സിഡിയോടെ വളം നൽകാമെന്ന ഉറപ്പുമായി വന്ന ഒരു തട്ടിപ്പ് സംഘത്തിൻ്റെ ആസൂത്രിതമായ കെണിയിൽ ഞാൻ വീണുപോയി. വളം വാങ്ങിച്ചതിൻ്റെ മുഴുവൻ പണവും എൻ്റെ കയ്യിൽ നിന്നാണ് നഷ്ടമായിരിക്കുന്നത് എന്നാണ്. അതുകൂടാതെ മറ്റൊരു വെളിപ്പെടുത്തലും അതിൽ പറയുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൈക്കാരന്മാരോട് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ദേവമാത ആശുപത്രിയിലേക്ക് വളം വാങ്ങൽ തുടങ്ങിയതെന്ന്. മുൻപ് ഇത്തരമൊരു കാര്യം വികാരിയച്ഛൻ എവിടെയാണ് മുൻപ് പറഞ്ഞിട്ടുള്ളത്? എന്തായാലും പുതിയ വെളിപ്പെടുത്തലോടെ ചെക്കിലൊപ്പിട്ട കൈക്കാരന്മാർ വരെ മാനസിക വ്യതയിലായി. വികാരിയച്ഛൻ്റെ 3 നോമിനികളും മുൻ കൈക്കാരനും ഇപ്പോൾ കൗൺസിലിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട്. വിശ്വാസികൾ എന്നും ഇരയാക്കപ്പെടുന്നവരാണല്ലോ. കുർബാന തർക്കത്തിൽ ആവേശഭരിതരായി ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിച്ചവർ ഒടുവിൽ തങ്ങൾക്ക് പണി കിട്ടുമെന്നായപ്പോൾ എല്ലാം കോംപ്രമൈസാക്കി തങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് സിന്നഡ് കുർബാന ചൊല്ലാം എന്ന് തീരുമാനിച്ചപ്പോൾ ആരാണ് പമ്പരവിഡ്ഢികളായത്? പതിവ് പോലെ വിശ്വാസിവർഗം തന്നെ. സമരത്തിനും ജാഥയ്ക്കും വേണ്ടി ആവേശപൂർവ്വം പോയവർ ആരാൽ വഞ്ചിതരായി എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എല്ലാവരും അസംബ്ലിയിലാണല്ലോ. എന്തേ അൽമായ മുന്നേറ്റത്തിൻ്റെ നേതാക്കളെ അസംബ്ലിയിൽ കണ്ടില്ലല്ലോ? അതങ്ങനെ തന്നെയാണ്. കോലം കത്തിക്കാനും പന്തം കൊളുത്തി ജാഥയ്ക്കും വിശ്വാസികൾ വേണം. കാര്യം കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കൊരട്ടിക്കാരുടെ അടുത്ത് ആ പരിപ്പ് വെന്തില്ല. ആളുകൾ ധാരാളം വരുന്ന സമയത്ത് ഇടശ്ശേരിയച്ഛന് കൊരട്ടിയിൽ സിന്നഡ് കുർബാന ചൊല്ലാം. പക്ഷേ ഫൊറോനയ്ക്ക് കീഴിലുള്ള ഇടവകകളിൽ പറ്റില്ല. അതിനെ തുടർന്ന് ചില ഇടവകകളിൽ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടൽ വരെ ഉണ്ടായി. വിശ്വാസി വർഗമേ, തല്ലിട്ട് ചാവാനാണല്ലോ വിധി. നിങ്ങൾ കൊരട്ടിക്കാരെ കണ്ടുപിടിക്കി. ഇടശ്ശേരിയച്ഛ, ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. മണവാളനച്ഛനിലും അതുതന്നെയാണല്ലോ ഉണ്ടായത്. അന്നത്തെ പ്രശ്നത്തിൽ ഉൾപ്പെട്ട കൊരട്ടിയിലെ ഒരു വിശ്വാസി ഇന്ന് അതിരൂപത നേതൃത്വത്തെ ഒന്നടക്കം ക്രൂശിക്കുകയാണ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ് ആ വിശ്വാസി പറഞ്ഞത്. പല വിശ്വാസികൾക്കും ഇങ്ങനെ തന്നെയാണ്. അനുഭവം വരുമ്പോഴാണ് ഇടയന്മാരെ മനസ്സിലാക്കാൻ സാധിക്കുക. ബൈബിളിലെ നല്ല ഇടയൻ്റെ കഥ ഓർമ്മപ്പെടുത്തുന്നു. ഇടയന് ആടുകളുടെ മണമാണ് വേണ്ടത്. ഇടയൻ വാതിലിലൂടെയാണ് വരുന്നത്. ആടുകളുടെ മണമില്ലെങ്കിലും മനുഷ്യത്വം ഉള്ളിൽ നിന്നും കളയാതിരിക്കാൻ ഇടയന്മാർ നിങ്ങൾ ശ്രമിക്കണം. ഒപ്പം ഈ പാവം വിശ്വാസികളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. അവർ ചെകുത്താന്മാരായി മാറും. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കൊരട്ടി ഫൊറോനയ്ക്ക് കീഴിൽ ഏതെങ്കിലും വമ്പൻ ഇടവകകളിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വിശ്വാസികൾ പ്രതികരിക്കുക. നിങ്ങളുടെ ഇടവക സമൂഹത്തെ സംരക്ഷിക്കുക. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ. കൊരട്ടി ദേവമാതാ ഹോസ്പിറ്റലിലെ തെങ്ങോ വാഴയോ മാവോ ആയി ജനിക്കാൻ അവസരം തരണമേ എന്ന് കൊരട്ടിയിൽ സന്മനസ്സുള്ളവർക്ക് വളക്കിറ്റ് കിട്ടട്ടെ. കൊറ്റപ്പള്ളിയിൽ ഈ വളമായിട്ടുള്ള വിഷയത്തിൽ ഈ വള ഇടപാടിൽ ജോസ് എടശ്ശേരി അച്ഛന് മാത്രമേ പങ്കുള്ളൂ എന്നാണ് ഞങ്ങൾ കണ്ടെത്തൽ. പക്ഷെ വികാരി പല സദസ്സിലും പല ആളുകളുമായിട്ട് ഇത് ലൂക്കോസ് കുന്നത്തൂർ അച്ഛൻ മുതൽ തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. ഞാനത് മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പാരിഷ് കൗൺസിലിൽ നിന്ന് നമ്മുടെ 2-3 സുഹൃത്തുക്കളായിരുന്നു ഇതിൻ്റെ ഓഡിറ്റേഴ്സ്. ഈ ഓഡിറ്റേഴ്സ് ദേവമാത ഹോസ്പിറ്റലിൽ ചെന്ന് ഓഡിറ്റിങ്ങിന് ചെന്നപ്പോൾ ഈ ബില്ല് അവിടെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഈ പറയുന്ന ഈ ബില്ലുകൾ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഈ ബില്ല് കണ്ടെത്തി ഇത് എന്താണ് ബില്ല് എന്ന് ചോദിച്ചു. ഇത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട, വികാരി ഇത് ഓഡിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണ്, അക്കൗണ്ട് ചെയ്യരുത്. പിന്നെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ ബില്ലിലും 40,000, 30,000,
39,000, 49,950. അത് അതിലും വിചിത്രമാണ് ആ ബില്ലിൽ. അന്ന് ഈ 49,950. 49,950 എന്ന് പറഞ്ഞാൽ ഈ ബില്ല് 50,000 രൂപയാക്കിയാൽ കൗൺസിലിൻ്റെ അംഗീകാരം വേണം. അപ്പോൾ ഇത് കൗൺസിൽ അറിയും. അപ്പോൾ കൗൺസിലിനെ അറിയിക്കാതെ അച്ഛനും കൈക്കാരന്മാർക്കും ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് 50-ൽ താഴെ. അങ്ങനെയാണ് 49,950 ബില്ലാക്കിയത്. നിങ്ങൾ വെറുതെ കൂട്ടി നോക്കൂ, ഇവർ പറയുന്ന 25 ബാഗിലും ഇത് വെച്ച് നോക്കിയാൽ ഈ വളത്തിന് വേണ്ടത് 50,000 രൂപയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 50 രൂപ കുറച്ചിട്ടു. ഇതിൻ്റെ ബിൽ നമ്പർ നോക്കാം. 13,382. 13,382. ഡേറ്റ് 16/12/23. അത് തന്നെ ഡേറ്റ് നോക്കാം, 16/12/23. അതേ ഡേറ്റ്. ഈ ബില്ലും ഈ ബിൽ നമ്പർ നോക്കാം, 6,78,743. ഞങ്ങൾ ലുലു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. കേരളത്തിൽ ഇപ്പം അത്യാവശ്യം ബില്ലിൽ നടക്കുന്നില്ല. അവിടെ ഒരു 350ഓളം സ്റ്റാളുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി മൊത്തം. അവിടെ പോലും ഒരു ദിവസം 6 ലക്ഷത്തി ചില്ലാൻ രൂപയുടെ ബില്ല് 300 ചില്ലാൻ കൗണ്ടറിൽ പോലും അടിക്കുന്നില്ല. ബിൽ നമ്പർ അടിക്കുന്നില്ല. ഇതൊരു പ്രത്യേക ഒരു പ്രതിഭാസമായിട്ട് ഞങ്ങൾക്ക് തോന്നി. പരാതിക്കാരായ ആളുകൾ അച്ഛൻ വിളിപ്പിച്ചിട്ട് എന്താണ് അന്ന് സംസാരിച്ച്? അച്ഛൻ വിളിച്ച് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എൻ്റെ അറിവില്ലായ്മയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അറിവില്ലായ്മ. എന്താ അറിവില്ലായ്മ? അപ്പൊ എൻ്റെ അറിവില്ലായ്മയായിരുന്നു. എന്നെ ഒരു ആദ്യം റാംവിൽസൺ ആയിരുന്നു ഞങ്ങളുടെ. റാംവിൽസൺ അത് ഭയങ്കര പേരാണ്. പുള്ളിയുടെ സ്ഥലം മാവേലിക്കരയാണ്. അവിടെയും വരെ ഞങ്ങൾ നിൽക്കുന്ന അന്നേ ദിവസം വരെ റാംവിൽസൺ ആയിരുന്നു. പിന്നത്തെ കൗൺസിലിൽ മറ്റോടത്തും വന്നപ്പോൾ പിന്നെ ആരായിരുന്നു? റോബിൻ, തോമസ്, ഷാജി, അങ്ങനെ 3-4 പേരുകൾ അച്ഛൻ മാറി പറഞ്ഞു തുടങ്ങി. ഇപ്പം അച്ഛൻ നിൽക്കുന്നത് ഷാജി, തോമസ്, റോബിനിലാണ്. റാംവിൽസൺ അറിയില്ല. പിന്നെ അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 11-12 ലക്ഷം രൂപയോളം ഈ വികാരി മാറിയപ്പോൾ ഈ ആളെ നേരി കണ്ടിട്ടില്ല കേട്ടാ. ഞങ്ങളോട് പറയുന്നത് നേരി കണ്ടിട്ടില്ല. ഞാനും ആളായിട്ട് വെറും ഫോൺ ബന്ധത്തിൽ കൂടെ മാത്രമാണ് ഞാൻ ഇത്ര പൈസ കൊണ്ട് അയച്ചിരുന്നത്. ഈ സൊസൈറ്റിയിലെ ഈ പറയുന്ന റാംവിൽസൺ സൊസൈറ്റി ഇല്ല, സൊസൈറ്റിയുടെ ബില്ലും കാര്യങ്ങളും ഉണ്ടാക്കിയ റാംവിൽസൺ. അപ്പോഴും ഞങ്ങളുടെ ഒരു ചോദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാംവിൽസൺ എങ്ങനെ മനസ്സിലായി എപ്പോഴും ബില്ല് ചെയ്യുമ്പം 49,900, 40,000, 30,000 നിലനിർത്തണം എന്നുള്ളത് എങ്ങനെ റാംവിൽസന് മനസ്സിലായി എന്ന് ചോദിച്ചു. സഭാ നിയമങ്ങളെ പറ്റി അറിവുള്ള 50,000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗൺസിലിൽ ഇത് അംഗീകരിക്കണം. അപ്പോൾ അത് റാംവിൽസന് താരെ ചോർത്തി കൊടുത്തേ. അപ്പോൾ അങ്ങനെ ഡൗട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ സാധനം പോലീസിൽ ചാലക്കുടി DSPക്കാണ് ഞങ്ങൾ ഈ സാധനം പരാതി കൊടുത്തത്. DSP അത് കൊരട്ടി SHOക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതിൻ്റെ ഇത് കൂടെ ഞങ്ങൾ കോടതിയിലും കൂടി ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോടതി CNP ഓർഡറായിട്ട് കഴിഞ്ഞ 29-ാം തീയതി നമുക്ക് കൊരട്ടി SHOക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് വളരെ വൃത്തിയായി അന്വേഷിക്കും. കാരണം മുന്നത്തെ കളവെല്ലാം പിടിച്ച് വൃത്തിയായി അത് ക്രൈംബ്രാഞ്ച് കേസ് മുന്നോട്ട് പോണതാണ്. പോലീസ് അത് വൃത്തിയായി അന്വേഷിക്കുന്നുണ്ട്. ഈ 12 ലക്ഷം രൂപ അടുത്ത് വളം മറിച്ചപ്പോൾ എന്തുകൊണ്ടൊരു ജാഗ്രത കുറവുണ്ടായി? ഇത്രയും ജാഗ്രത കുറവുള്ള ഒരാളാണോ ഇത്രയും വലിയ കൊരട്ടിമുത്തിയെ പള്ളി നയിക്കുന്നത്? ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പാരിഷ് കൗൺസിൽ വിളിച്ചു. പാരിഷ് കൗൺസിൽ ഉണ്ടായി. പാരിഷ് കൗൺസിൽ അല്ല, ആസ് യൂഷ്വൽ വരുന്ന പാരിഷ് കൗൺസിൽ. ആ കൗൺസിലിൽ ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കപ്പെട്ടു. ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ അച്ഛൻ അപ്പോഴും പറയുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഈ പൈസ തിരിച്ചടച്ചു എന്ന് പറയുന്നു. ഏത് അക്കൗണ്ടിൽ എവിടുന്ന് എന്നുള്ളൊരു ക്ലീൻ പ്രൂഫ് നമ്മൾ ഇതുവരെ അതായത് സീൽ ആൻഡ് സിഗ്നേച്ചർ ഉള്ളൊരു പ്രൂഫ് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. പിന്നെ ഈ ദേമാതയെന്ന് ഈ പറയുന്ന 1 ലക്ഷത്തിൽ താഴെ രൂപ അത് ഞങ്ങളുടെ ദേമാത ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അച്ഛൻ ചെക്ക് ഒപ്പിട്ട് കൊടുത്ത് മാറിയാണ്. അതും തിരിച്ചടച്ചു എന്ന് പറയുന്നു. ഈ എന്ത് പറഞ്ഞാലും തിരിച്ചടയ്ക്കാനായിട്ട് ഈ വികാരിക്ക് ആകെ 15,000 രൂപയാണ് ഒരു മാസം ശമ്പളമുള്ളൂ. ഓക്കെ, നിങ്ങൾ ഗുണിച്ച് നോക്കിക്കോ, 4 കൊല്ലത്തേക്ക് എത്ര കാശും ഓരോ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവണം. അപ്പോൾ ആള് തന്നെ സമ്പന്നനാണെന്നും പറഞ്ഞ് ആള് തന്നെ പ്രസംഗിച്ചുകൊണ്ട് നടക്കാം. ഞാൻ കോടീശ്വര പുത്രനാണ്, സമ്പന്നനാണെന്ന്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. പിന്നീട് അതിനുശേഷം ഈ പാരിഷ് കൗൺസിൽ യോഗം കഴിഞ്ഞതിന് ശേഷം അച്ഛനായിട്ട് നിങ്ങൾ പിന്നെ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ടോക്ക് അല്ല? ആ കൗൺസിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം മറ്റേത് കഴിഞ്ഞിട്ട് 11-ാം തീയതി നമുക്ക് ഇവിടെ ഇത് വെക്കണമായിരുന്നു, തിരട്ട് യോഗം വെക്കണമായിരുന്നു. ഈ തിരട്ട് യോഗം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതെല്ലാം അരമനയിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അരമനയിലും പിതാക്കന്മാരുടെ അടുത്തും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അരമനയിൽ പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും തന്നെ അറിയില്ല. പക്ഷെ ഈ കളവ് അരമനയ്ക്ക് നല്ല വൃത്തിയായി ബോധ്യപ്പെട്ടു. അരമന ഇത് കണ്ട് ഇതെല്ലാം അവർ നോക്കിയപ്പോൾ അവരുടെ നോട്ടത്തിൽ തന്നെ അറിയാം ഇത് കളവാണെന്നുള്ളത്. വികാരിയും മറ്റുള്ളവരെയും അവിടെ വിളിപ്പിച്ചു. വിളിപ്പിച്ചപ്പോൾ ഇതിലൊരു ന്യായീകരണം ഇവിടെ പറയാൻ പറ്റില്ല. കാരണം ഇത് ജനങ്ങൾക്ക് മനസ്സിലായി താങ്കൾ കളവാ ചെയ്തിരിക്കുകയാണ്. അതിന് ഉള്ള പ്രൂഫ് ഇവിടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇപ്പോൾ തിരട്ട് യോഗത്തിൽ
പിറ്റേ ദിവസം തിരട്ട് യോഗം ഉണ്ട് ഇവിടെ. തിരട്ട് യോഗത്തിൽ ഇതെല്ലാം ജനങ്ങൾ ചോദിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി ഒന്ന് തിരട്ട് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിച്ചു. അന്നത്തെ ദിവസം തിരട്ട് മാറ്റി വയ്ക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. അതായത് ഇവിടുത്തെ ഇടവക ജനങ്ങളെല്ലാവരും കൊണ്ടിട്ടാണ് നടക്കില്ല, തിരട്ട് ഇത് നടന്നേ മതിയാവും, തിരട്ട് എന്ന് വയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യം പറയാൻ പറഞ്ഞു. നെക്സ്റ്റ് സൺഡേ തിരട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫ്രൈഡേ അല്ലേ, ഫ്രൈഡേ വന്നപ്പോൾ ഈ പറയുന്ന ഒരു കൗൺസിൽ മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൽ പുള്ളി പങ്കെടുത്തില്ല. പുള്ളിക്ക് പകരം അഡീഷണൽ വികാരിയെ, അസിസ്റ്റന്റ് വികാരി, കൈക്കാരന്മാർ ഉൾപ്പെട്ട ഇതിൽ വെച്ച് മുൻ കൈക്കാരനോ ഇപ്പോഴത്തെ കൗൺസിൽ അംഗം ആൾ പറഞ്ഞു അച്ഛൻ ഇത് ചെയ്തിട്ടുണ്ട്, അച്ഛൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് കൗൺസിൽ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയും പ്രസിഡന്റുമാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ ഈ വികാരി ഇവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടതും ഇവിടുന്ന് കൊറ്റയിടവിൽ നിന്ന് തന്നെ മാറ്റേണ്ടതും അത്യന്താപേക്ഷിതമാണെന്ന് പുള്ളി തർപ്പിച്ചു പറഞ്ഞു. ആര്? മുൻ കൈക്കാരനും ഇപ്പോഴത്തെ പാരിഷ് കൗൺസിൽ അംഗവും. ആ സമയത്ത് ചെക്കടപാടിൽ ഒപ്പിട്ടാണ് ആള് തറപ്പിച്ചാ പറഞ്ഞു. ഓക്കെ, ഐക്യകണ്ഠ്യേന എല്ലാവരും അത് അംഗീകരിച്ച് അത് അരമനയ്ക്ക് കൊടുത്ത്. അന്നോ പിന്നെ ഞങ്ങൾ ഈ വികാരിയെ അന്നും കണ്ടിട്ടില്ല, അതിൻ്റെ തലേദിവസം വരെ കണ്ടു, അതിൽ പിന്നെ ഈ വികാരിയെ കണ്ടിട്ടില്ല. അതിനുശേഷം തിരട്ട് യോഗം നടക്കുകയും തിരട്ട് യോഗത്തിൽ എല്ലാവരും ഇതിന് പറഞ്ഞു. ഇതിന് ആർക്കും ഒരു ഉത്തരം അവിടെ തരാൻ പറ്റിയില്ല. ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ ന്യായീകരണക്കാരിറങ്ങിയിട്ടുണ്ട്. അതിന് അച്ഛനുണ്ടല്ലോ, ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ 11 നോമിനി ഉണ്ടല്ലോ, അവരോരോ കുടുംബക്കാരും ഉണ്ടാവുമല്ലോ. അവരിതിനെ ന്യായീകരിച്ച് എന്താ ന്യായീകരണം എന്നറിയോ? കട്ടകാശ് തിരിച്ചു വെച്ചില്ലേ. ആള് നമ്മുടെ ഇലക്ഷനുകൾ ഇവിടെ കുടുംബ യൂണിറ്റ് ഇലക്ഷനുകളൊക്കെ വരുമ്പോൾ മാക്സിമം ഇവരൊന്നും ജയിച്ചു വരാതിരിക്കാൻ വേണ്ടി ആളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇത്തവണത്തെ ഇലക്ഷൻ എല്ലാ തോണിയും ആളെ അതിനോട് വേണ്ട രീതിയിലുള്ള ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ഒതുക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കാനോനിക നിയമപ്രകാരം നമുക്ക് 30% പെൺ സംവരണം പാടുള്ളൂ. പക്ഷെ പുള്ളി ചെയ്തിരിക്കുന്നത് 50%. അവിടെ 20-30 പെണ്ണുങ്ങൾ. നമ്മുടെ ഈ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കൊരട്ടി പഞ്ചായത്തില്ലേ, ഈ കൊരട്ടി പഞ്ചായത്തില് നമ്മുടെ ഒരു അറിവിലൊരു 28,000 കുടുംബക്കാർ നമ്മുടെ കാണും. കൊരട്ടി പഞ്ചായത്ത് ഭരിക്കാൻ വേണ്ടി 19 പേരുള്ളൂ. ഈ കൊരട്ടി ഇടവേല എത്ര പേരുണ്ടെന്ന് പറയും? 2,600 വീട്ടുകാരുള്ളൂ. അവരെ ഭരിക്കാൻ 60 മേലെയാണ് നമ്മുടെ കൊറ്റിപ്പള്ളി കൗൺസിലിലെ ആൾക്കാർ. ഇത് എന്തിനു വേണ്ടിയിട്ട്? എന്തിനുമല്ല, ഞങ്ങൾക്കറിയാം അച്ഛൻ്റെ കാര്യങ്ങൾ സ്വാധീനിക്കാൻ വേണ്ടി മാത്രം അച്ഛൻ കൗൺസിലിന് പുറമെ ഒരു പടയൊരുക്കാം. ഈ പണം ഇപ്പോൾ എവിടേക്ക് പോയി, എന്തിനു വേണ്ടി വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അതിന് സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ? നമുക്ക് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഒരു നിങ്ങൾ ചോദിച്ച വളരെ വലിയൊരു കാര്യമാണ്. അതായത് ഈ വളടപാടായിട്ട് 12 ലക്ഷം രൂപയുടെ ബില്ല് അവിടെ ഉള്ളൂ. പക്ഷെ ഈ റാം വിൽസിന് പുള്ളി കൈമാറിയണത് 14 ലക്ഷം രൂപയുടെ അടുത്തുണ്ട്. വളത്തിൽ മേലെ ഇടപാട് ഈ റാം വിൽസനായിട്ട് വികാരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. പിന്നെ പോലീസ് അത് ആ ഇടപാട് നടന്നേക്കുന്നത് ഏത് അക്കൗണ്ട് വഴിയാണ്? അതും ഈ പറയുന്നു പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ഇത് ആളുടെ ഒരു പേഴ്സണൽ അക്കൗണ്ട് നമുക്ക് തട്ടിപ്പറിക്കാൻ പറ്റുമോ? അതിപ്പോ നമ്മള് ചാലക്കുടി കോടതിയും കൊരട്ടി സിയും DSPയും SP ലെവലിലൊക്കെ അന്വേഷിക്കുന്ന ഒരു കേസല്ലേ. അതിൽ നമ്മൾ ഇടപെട്ട് എന്താ അഭിപ്രായം പറയാനാണ്? അതായത് CNP ഓർഡർ ഉണ്ട്. CNP ഓർഡർ ഒരു കാലാവധി ഉണ്ട്. അത് കൊരട്ടി SHO അത് മാന്യമായിട്ട് തന്നെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. കളവിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ല പോലീസുകാർക്ക് പോലീസുകാരുടേതായ പവറുണ്ട്, പോലീസുകാരുണ്ട്. സ്വാധീനങ്ങളൊക്കെ പലരും സ്വാധീനിക്കണ്ടാവും. അതൊന്നും അവരുടെ മുന്നിൽ വില പോകുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവരതിന് ശക്തമായൊരു നടപടി എടുക്കും. കാരണം അവർക്കും കൊരട്ടി പോലീസ് അല്ലെങ്കിൽ എല്ലാവർക്കും കൊറ്റമുത്തിരെ പള്ളി എന്ന് പറഞ്ഞാൽ അവരും വലിയ വിശ്വാസികൾ തന്നെയാണ്. അവരും ഇത് കുറേ നാളെ കാണുന്നത് കളവുകൾ പോകുന്നു. ഒരാൾ കഴിയുമ്പോൾ ഒരാൾ. ഇതിലെങ്കിലും അവർ നല്ലൊരു തീരുമാനം കൈക്കൊള്ളും. ഇനി മേലിൽ വരുന്ന അച്ഛന്മാർ ഇതേപോലെ കളവ് ഉണ്ടാക്കാൻ ഒരു സാഹചര്യം. ഈ റാം വിൽസൺ എന്ന് പറയുന്ന ആളെ ഇതുവരെയായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ വികാരം കണ്ടില്ല എന്ന് പറയണത്. ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളായിട്ട് ഇടപാടില്ലല്ലോ. പുള്ളിയായിട്ടല്ലേ ഇടപാട്. അപ്പൊ ഒരു അദൃശ്യനായിട്ടുള്ള അദൃശ്യനാണ് പുള്ളിന്. അദൃശ്യനായ കർഷകൻ. പുള്ളി വാട്സപ്പിലെ വിളിക്കുള്ളൂ. വികാരി പറയുന്നത് പുള്ളി വാട്സപ്പിൽ മാത്രമേ വിളിക്കുള്ളൂ. മുൻ കൈക്കാരനും പറയുന്നത് വാട്സപ്പിലെ വിളിക്കുള്ളൂ. നേരിട്ട് ലൈനിൽ വിളിക്കില്ല. ഇപ്പൊ പറയുന്നു ഇവരായിട്ട് ഇപ്പൊ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ പോലീസിന് മാത്രം ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇവരായിട്ട് ബന്ധപ്പെട്ട കുറെ വോയിസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. വോയിസൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഇതെന്താണ് അതിന്റെ അടിസ്ഥാനം എന്നറിയില്ല. പോലീസ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ലേ നേരം വരെ. ഇവർക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും ഫോൺ വിളികൾ നടക്കണ്ടെന്ന് അറിയണം. ജൂൺ 29 വരെ പുതിയ ഭരണസമിതി ഇരിക്കുമ്പോഴും ഇവിടുന്ന് പൈസ അയച്ചിട്ടുണ്ട്. ഈ വളം കൊണ്ടുവന്ന് ഇറക്കിയതും പുതിയ ഭരണസമിതി ഇരിക്കുന്ന സമയത്താണ്. പിന്നെ
ഈ വളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5600 5700 കിലോ ആണ് വിത്ത് പാക്കിങ് അടക്കം. ഞങ്ങൾക്ക് ഇവിടെ ആകെ 20 തെങ്ങില്ലാന്ന്. ഈ ദേമാതയിൽ എന്തെങ്കിലും വല്ല ഫാം എന്തെങ്കിലും ഉണ്ടോ? ഒന്നും തന്നെ ഇല്ലാന്ന്. ഹോസ്പിറ്റലാണോ അത് ഫാം ഹോസ്പിറ്റലാണോ അത് അങ്ങനെ എന്തെങ്കിലും വല്ല? ഒന്നുമില്ല. ഞങ്ങൾ ഈ എന്താണെന്നുള്ള നമ്മൾ ഈ വളമായിട്ട് ഇനിയിപ്പോൾ തിന്നാനും പറ്റില്ല, ഇടാനും പറ്റുന്ന സ്ഥലവുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി ലേലം വെക്കോ? ഇവിടെ ഇടവക്കാർക്ക് ഇങ്ങനെ ഓരോ കിലോ വെച്ച് അങ്ങനെ കൊടുത്തുണ്ടോ? ഒന്നും ഇപ്പോൾ തീരുമാനമായിട്ടില്ല ഇപ്പോഴും. അടുത്ത് കൗൺസിലിൽ സംസാരിച്ച് നോക്കണം. ഇനി ഇത് കേസിൽ പെട്ട് പോയാലുണ്ട് അതിന് ഉപയോഗിക്കാൻ പറ്റുമോന്നും നമുക്കറിയില്ല. പിന്നെ ഈ വളത്തിന് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളത്തിന് പേരില്ല, തൂക്കില്ല, ഇൻഗ്രീഡിയൻസ് ഇല്ല, kg എത്രയാണ് ഒന്നും മാർക്കില്ലാത്ത വെറും ഒരു ചാക്കിൽ വന്ന് കിടക്കുന്ന വളം. ഇതാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ വളത്തിൻ്റെ വില എത്രയാണെന്ന് അറിയും? 200 രൂപ. 200 രൂപ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വളം ഇല്ല എന്നാണ് ഞങ്ങൾ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ. മാക്സിമം ഒരു വളത്തിൻ്റെ വില 65 രൂപ. അപ്പോൾ ഞങ്ങൾക്കൊരു വലിയൊരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒറ്റമുത്തി പള്ളി ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്നും നിലനിൽക്കണം. ഞങ്ങളുടെ കാരണന്മാരും കൊറ്റിക്കാരെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരുപാട് വിശ്വാസികളുടെയാണ് ഈ പള്ളി. ഇതെന്നും നിലനിർത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. പക്ഷേ ഇതേപോലത്തെ വികാരിമാർ, ഇങ്ങനത്തെ ബന്ധപ്പെടുന്ന വികാരിമാർ അല്ലെങ്കിൽ അച്ഛന്മാർ, അവർ കാണിക്കുന്ന ഈ കളവ് കൊറ്റിപ്പള്ളിയെ ഭയങ്കരമായി ആക്ഷേപിക്കുകയാണ്. ആക്ഷേപം ബുദ്ധിമുട്ടും നമ്മുടെ എല്ലാ ലെവലുകളിലും നമുക്ക് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് വരാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ മുത്തിയും പള്ളീനെയും ഞങ്ങൾക്ക് സംരക്ഷിച്ചാൽ മതിയാവും. ഞങ്ങളുടെ ഈ പറയുന്ന എല്ലാവരുടെയും പ്രയത്നമാണ് ഈ കാണുന്ന പള്ളി, ഈ കാണുന്ന ഹോസ്പിറ്റൽ, ഈ കാണുന്ന സ്കൂൾ എല്ലാം. ഇതെന്നും ഞങ്ങൾക്ക് നിലനിർത്തി പോകണം. ഈ പറയുന്ന പള്ളിയിലെ കള്ളന്മാരെയും അതുപോലെ തന്നെ ഇവിടെ കട്ടുമുടിക്കുന്ന ആളുകളെയും മുത്തി തന്നെ പുറത്ത് കൊണ്ടുവരുന്നതാണെന്ന് ഒരുപക്ഷെ സത്യമല്ലേ? അതല്ലേ കാണുന്ന മാത്യു മണവാളുടെ കേസിൽ അതന്നെയല്ലേ ഉണ്ടായേ? മാത്യു മണവാളിന് കുറേ ആൾക്കാർ ഇതേപോലെ ഇവിടെ അച്ഛൻ വികാരിമാരെ പുഷ്ടിപ്പിക്കുക എന്നുള്ള കുറച്ച് പ്രവൃത്തികളിലൂടെ ഉണ്ട് കുറച്ച് ആൾക്കാരുടെ. പക്ഷെ ഇവർ ആലോചിക്കുന്നില്ല. വികാരി വരുമ്പോൾ 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ 4 കൊല്ലത്തേക്കോ വന്നു പോകും. അവർ കാണിക്കുന്ന അഴിമതികളുടെ പ്രശ്നങ്ങൾ മുഴുവൻ തരണം ചെയ്യേണ്ടത് ഈ നാട്ടുകാരും ജനങ്ങളാണെന്നുള്ള അവർ മനസ്സിലാക്കുന്നില്ല. അത് ഈ വരുന്നവർ തന്നെയല്ല, ആദ്യമൊന്നും ഒരു കുഴപ്പമില്ല, 1 കൊല്ലം 2 കാലഘട്ടത്തേക്കൊന്നും കുഴപ്പമില്ല. അതല്ലേ ഈ വികാരി ഇരിക്കുമ്പോൾ 2 കൗൺസിൽ കഴിഞ്ഞു ആൾക്ക് നോമിനിയുടെ ആവശ്യം ഉണ്ടായില്ല. ഈ ഇടപാട് തുടങ്ങിയപ്പോൾ ഈ ഇടപാട് ചെന്ന് കയറിയപ്പോൾ ഇത് മറയ്ക്കാൻ വേണ്ടി മാത്രം നോമിനിനെ വെച്ചു. കാരണം കൗൺസിലിൽ ഫൈറ്റ് ചെയ്യണമല്ലോ, കൗൺസിലിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെതിരിടണമല്ലോ. നിങ്ങൾ ഈ പാരിഷ് കൗൺസിൽ നടന്ന കാര്യങ്ങളൊക്കെ അരമനേനെ അറിയിച്ചിട്ട് അവിടെ നിന്നുള്ളൊരു ഇടപെടൽ എങ്ങനെയായിരുന്നു? ഈ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ പിതാക്കന്മാർ ബോസ്കോ പുത്തൂർ പിതാവും അല്ലെങ്കിൽ അവിടുന്ന് മൗണ്ടിൽ നിന്നും ശക്തമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പൊ ഈ വികാരി ഇവിടുന്ന് സ്ഥലം മാറ്റിയത്. അതിപ്പോ അതായത് ക്യൂരിയുടെ കയ്യിൽ നിന്ന്. ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം പറഞ്ഞത് ഇദ്ദേഹം അപേക്ഷ സ്വയം കച്ചേരിക്ക് സമർപ്പിച്ചിട്ട് മാറ്റിയതാണെന്ന്. അങ്ങനെ ഒരു അത് എന്തും പറയാലോ, അതിപ്പോ ആർക്കെന്ത് പറയാലോ. ഇപ്പൊ പുള്ളി പറഞ്ഞില്ലേ, ഞാൻ കട്ട കാശ് ഞാൻ തിരിച്ചു ചോദിച്ചു, പ്രശ്നം കഴിഞ്ഞാൽ ഇവിടെ ആർക്കെന്താ പ്രശ്നം? അങ്ങനെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയാൽ പോരെ. കട്ട കാശ് തിരിച്ചു വെച്ചാൽ പ്രശ്നം തീരുന്നുണ്ടെങ്കിൽ ഓക്കെ. അതെന്നെ പുള്ളി പറഞ്ഞു. ഇപ്പോൾ പുള്ളീനെ അവിടെ നിന്ന് ഔട്ടാക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അപേക്ഷ സമർപ്പിച്ചതെന്ന്. ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. ഞങ്ങളുടെ വികാരി പറയണ്ടേ ഞാനിവിടുന്ന് മാറണം, ഞാനൊരു രൂപതയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളാരും കേട്ട് കേൾവിയിലില്ല. ഈ തരട്ട് യോഗത്തിനും ഈ കഴിഞ്ഞ സൺഡേ ഈ പള്ളിയിൽ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പുള്ളി അങ്ങനെ ഒരു സാധനം ഇവിടെ സമർപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അതിന് മുന്നേ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഈ സാധനം ഇവിടുന്ന് ആളെ മാറ്റിയിട്ടുണ്ടെന്ന്. അറിയില്ല. അപ്പം ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് മുത്തി പള്ളി എന്നും സംരക്ഷിക്കപ്പെടണം. അതിന് ഞങ്ങൾ ഏതറ്റം വരെ പോകാനും. പിന്നെ മുത്തിക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളവുകളൊക്കെ വിടാറില്ല, കുറച്ച് കഴിഞ്ഞാലും പിടിക്കാറുണ്ട്. അത് തന്നെ ഇതിലും സംഭവിച്ചു. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ? ഇതിനൊന്നും ഒരു അറുതിയില്ല. ഈ അരമന എന്ന് പറഞ്ഞ സംവിധാനത്തിൽ നിന്ന് എല്ലാം എഴുതി പിടിച്ച് മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അനുസരിച്ചോളാം എന്നാണ് കരുതുന്നത്. എനിക്ക് ഈ വിഷയമായിട്ട് ഒന്നേ പറയാനുള്ളൂ, ഈ ദേവാലയമായാലും ഏത് ദേവാലയമായാലും സാധാരണക്കാരായ വിശ്വാസികളുടെ കഠിനാധ്വാനത്തിന്മേലും അവർ വയറ് മുറുക്കി പിടിയേരി പിരിച്ചുണ്ടാക്കിയ സംഗതി കൂടെയൊക്കെയാണ് ഇവിടുത്തെ ദേവാലയങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ദേവാലയങ്ങളെ മുഴുവൻ താറടിച്ച് കാണിക്കാനും ആ ദേവാലയങ്ങളെ മുഴുവനും അപമാനിക്കാനും അവിടുത്തെ വിശ്വാസികളെ മുഴുവനും അപമാനപ്പെടുത്താനും രീതിയിൽ നിങ്ങൾ ആത്മീയ അധികാരികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വിശ്വാസികൾ ചാട്ടവാറെടുക്കുന്ന സമയം വരും. ഒരു പക്ഷം നോക്കാണ്ട് തന്നെ ഇടപെടുന്ന സംഗതി വരുമെന്ന് മാത്രമാണ് പറയാനുള്ളത്.